നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എഴുന്നേറ്റു. സത്യം പറഞ്ഞാൽ നെട്ടയത്ത് വന്നാൽ ഞാൻ അത്യാവശ്യം 8-9 മണിയൊക്കെ ആയിട്ട് പതിയെ ഇറങ്ങത്തുള്ളൂ. ഉറക്കമൊക്കെ എണീറ്റ് ഫോണൊക്കെ നോക്കി അങ്ങനെയൊക്കെ കിടക്കും കേട്ടോ. ഇപ്പോൾ 6 മണിയാകുമ്പോൾ 6 മണിയാകുമ്പോൾ എഴുന്നേക്ക് 6 മണിയാകുമ്പോൾ താഴേക്ക് ഇറങ്ങി വരും. കുഞ്ഞിയും കൂടെയൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് അമ്മയ്ക്കൊരു ഹെൽപ്പായിട്ട്. ചീമയ്ക്ക് വേദ പിടിക്കാനായിട്ട് 8 മണിക്ക് വരും. അപ്പോൾ അതിന് മുന്നേ കുഞ്ഞ് ഉറക്കണം. അപ്പോൾ കുഞ്ഞിന് മുന്നേ കരയൊക്കെ ചെയ്യണമെങ്കിൽ ഒന്നിടത്തൊക്കെ വയ്ക്കണ്ടേ. അതുകൊണ്ട് ഞാനിപ്പോൾ രാവിലെ ഇറങ്ങും കേട്ടോ. മൊത്തത്തിൽ ജീവിതം മാറി മറിഞ്ഞു ഒരു കൊച്ച് വന്നപ്പോഴേക്കും. ഞാൻ 2 ദിവസം നിന്നിട്ട് സൺഡേ അങ്ങ് പോകാനാണ് പ്ലാൻ. എന്താണെന്ന് അറിയത്തില്ല. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് അപ്പവും ചിക്കൻ കറി കേട്ടോ. അമ്മ വീട്ടിൽ കഴിഞ്ഞ ദിവസം ചിക്കൻ വാങ്ങിച്ചു. അപ്പോൾ വേദയ്ക്ക് കുറച്ച് ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു. അപ്പോൾ അതിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചിക്കൻ കറി അപ്പം ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് കുറച്ചുള്ളൂ കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മാത്രമായിട്ടുള്ള ചിക്കൻ അതിന് ഫ്രൈക്ക് വേണ്ടി വെച്ചതാണ്. അതിനങ്ങ് കറിയാക്കാമെന്ന് കരുതി. പിന്നെ ഇന്നലെ വാങ്ങിയെന്ന അവരെ മീനും ചാള മീനും ഒക്കെ ഉണ്ട്. ഇന്നലെ മീനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഉള്ളതിൽ അത് അത്ര ഫ്രഷൊന്നുമല്ല. ഉള്ളതിൽ മീൻ വാങ്ങി അത്രയേ ഉള്ളൂ. കഴിക്കുന്ന മീൻ വാങ്ങി അത്രയേ ഉള്ളൂ. അപ്പോൾ ചീമ ഇതിന് കയറിയിട്ടുണ്ട്. വേദ പിടിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. അമ്മ കുറുക്കുണ്ടാക്കുകയാണ്. ചീമയ്ക്ക് 14 ഡേയ്സാണ് പാക്കേജ് വന്നിട്ടുള്ളത് വേദിൻ്റെ. അപ്പോൾ ഇന്നിപ്പോൾ 7 ഡേയ്സ് ആയിട്ടുണ്ട്. നാളെ 8th ഡേ ആണ്. നാളെ കിഴിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നാളത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഞാൻ ഇട്ടേക്കാം കേട്ടോ, കിഴിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത്. എനിക്കാണെങ്കിൽ വസ്ത്രയിൽ നിറയെ ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എനിക്ക് വരുന്ന ഓർഡേഴ്സ് എല്ലാം നിങ്ങൾ വഴി വരുന്നതാണ്. നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടാണ് എനിക്ക് മെസ്സേജ് ഇടുന്നതും എൻ്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ്സ് വാങ്ങുന്നതും. എൻ്റെ ഒരേ ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമുമാണ്. സോ ഇപ്പോൾ ഞാൻ വിഷുവിനായിട്ടാണ് കുറച്ച് കളക്ഷൻസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. മെറ്റീരിയൽ, ചുരിദാർ, സാരീസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. ചിമ്മയുടെ ഈ ഒരു ഡെലിവറിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തിനിടയിൽ ഞാൻ എങ്ങനെ വസ്ത്രം മാനേജ് ചെയ്തു എന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാം കറക്റ്റ് പക്ക അങ്ങനെ പോകുന്നുണ്ട്. ഇനി കുറച്ച് ഓർഡേഴ്സും കുറച്ച് സ്റ്റോക്കുകളിൽ കുറച്ച് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സാരീസ് ആയാലും ചുരിദാർ മെറ്റീരിയൽസ് ആയാലും ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. അതിലൊരുപാട് സന്തോഷമുണ്ട്. പക്ഷേ കോഡ് സെറ്റും ചുരിദാറും ഒക്കെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഈ സൈസിൻ്റെ ഇഷ്യൂ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ലാർജ് വരെ വളരെ പെട്ടെന്ന് പോകും. സ്മോളും മീഡിയം എടുത്താൽ പോകാനേ വലിയ പാടാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഗുഡ് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആയിട്ട് നിറയെ ഓർഡേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. നിറയെ ഓർഡേഴ്സ്. ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്ന്. ഇനി മൺഡേ എനിക്ക് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹോളിഡേയ്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നെട്ടയത്ത് 2 ദിവസം നിൽക്കാമെന്ന് കരുതിയത്. ഇത് പാലാഴിയിൽ നിന്ന് വന്നതാട്ടോ ചീമയ്ക്ക് വേദ പിടിക്കാനായിട്ട്. കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ട് നിൽക്കാം. അപ്പോൾ ഞാനൊരു കുഞ്ഞ് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന എന്താ വസ്ത്രയുടെ കാര്യം. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റോക്കൊക്കെ എടുക്കുന്നുള്ളൂ. കാരണം ചീമയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടും കാര്യങ്ങളൊക്കെ കഴിയാണ്ട് സ്റ്റോക്ക് എടുത്താൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഓടി ചത്ത് പോകും കേട്ടോ. ഇപ്പം തന്നെ എടുത്ത സാധനം നമ്മൾ അപ്പോഴും തന്നെ സെയിൽ ചെയ്തില്ല എങ്കിൽ അതിനൊരു പഴക്കം വരും കേട്ടോ. അപ്പോൾ അത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എടുത്ത സാധനം അപ്പം തന്നെ ഞാനങ്ങ് സെയിൽ ചെയ്യാമെന്ന് കരുതിയത്. അത് ഈ തിരക്കിനിടയില്ല കേട്ടോ. പക്ഷേ എല്ലാം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി. അതിലൊരു സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഇതൊക്കെ ധൈര്യപൂർവ്വം സന്തോഷത്തോടെ നമുക്ക് ഒരു മടിയും ഇല്ലാണ്ട് സുന്ദരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ വസ്ത്രം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അതിനെല്ലാം ഞാൻ നിങ്ങളോടാണ് കടപ്പെട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും വഴി കാണുന്ന കസ്റ്റമേഴ്സാണ്. അതും വാങ്ങുന്നവരെല്ലാം നല്ല അഭിപ്രായം പറയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. പിന്നെ അതിൽ 1-2 ഒക്കെ എല്ലാം ബിസിനസ്സിലുള്ളതാണല്ലോ. ശരിയായില്ല, അത് കൊള്ളില്ല, പ്രോഡക്റ്റ് കൊള്ളില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാറുണ്ട്. അത് സ്വാഭാവികം. പക്ഷേ എങ്കിലും അതിൽ 99.9% എനിക്ക് നല്ല പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും മെസ്സേജ് അയക്കാറല്ലോ. 1-2 ഒക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് കേട്ടോ. അത് ഉറപ്പായിട്ടും നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ തുടങ്ങേണ്ടതല്ലേ. അപ്പോൾ പറഞ്ഞതേ വൈകുന്നേരം ആയപ്പോൾ കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് കുഞ്ഞിയുടെ നൂലുകെട്ടിന് ഒരു ചെറിയ ഡാൻസൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മിനി ആൻറ്റി ഇന്ന് കുഞ്ഞിനെ കാണാൻ വരുമെന്ന് പറയും. അങ്ങനെ ആൻറ്റി വന്നപ്പോൾ തേനും അപ്പോൾ അടുത്താണല്ലോ അഥർവ്വം വേദികയ്ക്കുള്ളത്. അഥർവ്വം വേദികയ്ക്ക് വിളിച്ചൊരു കുഞ്ഞ് ഡാൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി വന്നിട്ടുണ്ടേ. ഡാൻസിന് പിന്നെ ദിയ ഉണ്ട്, പിന്നെ വേദയുടെ ഒരു ഫ്രണ്ട് കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം 12-നാണ് നൂലുകെട്ടിന് 2 ദിവസം മുന്നേ ഒന്നുകൂടെ എല്ലാവരും കൂടി ചേർന്നിട്ട് പൊസിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഡാൻസ് എല്ലാം ഒന്ന് പഠിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്നു ഡാൻസ് കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം. ഇതാണ് മിനി
ആൻറ്റി, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മിനി ആൻറ്റി. മിനി ആൻറ്റിയുടെ മോളുടെ മോളാണ് തേനു. തേനുവിൻ്റെ അനിയനാണ് കണ്ണൻ കേട്ടോ. എല്ലാവരും കൂടി കുഞ്ഞിനെ കാണാൻ വന്നു. തേനു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. തേനുവും അഥർവയും വേദയും. അപ്പോൾ കുറച്ചൊക്കെ ഡാൻസ് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാസ്റ്റർ വേദയാണ് കേട്ടോ. വേദയ്ക്ക് ഇതൊന്നും പഠിക്കണമെന്ന് വലിയ ഇഷ്ടമല്ല. കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ ഇരുന്നിട്ട് അങ്ങനെ കളിക്കണം എന്നാണ് വേദയുടെ ആഗ്രഹം. പക്ഷെ ഞാൻ ഫോഴ്സ് ചെയ്ത് ആ സ്റ്റെപ്പൊക്കെ പഠിച്ച് വെച്ചിരുന്നതുകൊണ്ട് ഇവർക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റി. പിന്നെ കൊറിയോഗ്രാഫിയൊക്കെ അവർ യൂട്യൂബ് നോക്കി തന്നെയാണ് പഠിക്കുന്നത്. അതിൽ പിന്നെ കുറച്ച് ടച്ചപ്പുകൾ ഉണ്ടാവും. അതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. കറക്റ്റ് ടൈമിങ്ങും കാര്യങ്ങളും. പിന്നെ അവർക്ക് എടുക്കാൻ പറ്റാത്ത സ്റ്റെപ്സൊക്കെ, ഹെവി സ്റ്റെപ്സൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് സിമ്പിളാക്കി കൊടുക്കും. അതിപ്പം നമ്മുടെ റെസിഡൻസിൽ പ്രോഗ്രാം വരുമ്പോഴും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം വരുമ്പോഴെല്ലാം അതിനെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന മെയിൻ ആശാൻ ഞാനാണ്. അതിൻ്റെ താഴെ നിൽക്കുന്നത് വേദയാട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയൊക്കെ നിന്ന് കളിക്കുമ്പോൾ അതൊരു സന്തോഷം. പിന്നെ ഇവിടെ അങ്ങനെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന ഈ കുട്ടിപ്പട്ടാളങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോൾ അവർ അറേഞ്ച് ചെയ്യും. 7th month സെറിമണിയിലും ഇവരെല്ലാവരും കൂടി ചേർന്നൊരു ഡാൻസ് അറേഞ്ച് ചെയ്തു. പക്ഷെ അന്ന് നമ്മൾ ട്രാവലിലായിരുന്നു. ജസ്റ്റ് അത് പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നതുകൊണ്ട് അത്രയ്ക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റില്ല. എങ്കിലും അവർ വേദയൊക്കെ ഓരോ റൂമിൽ വരുമ്പോഴാണ് കുറച്ച് 5 മിനിറ്റ് പഠിച്ച് ഒരുവിധം തട്ടിക്കൂട്ടി കേട്ടോ. പക്ഷേ ഇത് ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബിലൊക്കെ ഇടും. അതുകൊണ്ട് നന്നായിട്ട് കളിക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുന്നുണ്ട്. ഞാൻ വേദയുടെ യൂട്യൂബ് ചാനലിൽ കോപ്പിറൈറ്റ് ഒന്നും വന്നില്ല എങ്കിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അവരുടെ ആ ഒരു ഡാൻസ് സോങ് സെലക്ട് ചെയ്യുന്നതും യൂട്യൂബിൽ ഒരുപാട് ഡാൻസ് ഉണ്ടാവുമല്ലോ കുട്ടികൾ കളിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഭംഗി തോന്നുന്ന സിമ്പിൾ സ്റ്റെപ്സൊക്കെ വരുന്ന ഡാൻസൊക്കെ നോക്കി എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എല്ലാ പരിപാടികളും എൻ്റെ തന്നെയാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനൊക്കെ കളിപ്പിക്കുക എന്നുള്ളത്. കുട്ടികളാകുമ്പോൾ അതൊരു രസമല്ലേ. അവരെല്ലാവരും കൂടി ചേർന്ന് എല്ലാവരും നന്നായിട്ട് കളിക്കുകയും ചെയ്യും കേട്ടോ. വലിയൊരു കളിക്കുന്ന പോലെ അവർ കളിക്കും. അപ്പോൾ അതുകൊണ്ട് വലിയ സ്റ്റെപ്സൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒക്കെ ഡാൻസ് പഠിക്കുന്നതായതുകൊണ്ട് അവർക്കതൊക്കെ ഈസി ആയിട്ട് അവർ കളിക്കുന്നുണ്ട്. അങ്ങനെ കുറേ സമയത്ത് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും 4 വഴിക്ക് പോയി കേട്ടോ. എന്നിട്ട് നമ്മളും ഇങ്ങനെ ഇരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞ് എഴുന്നേക്കും, പാല് കുടിക്കും, ഹൂന്നാക്കും, ഉറങ്ങും. ഇന്ന് ഒരു 6 മണി വരെ ആൾ ഉറക്കമായിരുന്നു കേട്ടോ. എന്നിട്ട് എഴുന്നേറ്റ് പാല് കുടിച്ചിട്ട് അങ്ങനെ ഉറങ്ങാണ്ട് കുറേ സമയം മിണ്ടാതെ കിടക്കും കേട്ടോ. ഞാൻ പറയില്ലേ, നമ്മളോട് കളിക്കാനുള്ള പ്രായമൊന്നും ആയില്ലല്ലോ അവളെ. ജസ്റ്റ് ഇങ്ങനെ കണ്ണ് തുറക്കും, ഇങ്ങനെ വെറുതെ കിടക്കും, അല്ലെങ്കിൽ കരയും, പാല് കുടിക്കും, ഉറങ്ങും. ഇത്ര ആക്ടിവിറ്റീസ് തന്നെ ഒരു 3 month വരെ, ഒരു മൂന്നല്ല ഒരു 1.5 2 months വരെയും അങ്ങനെ തന്നെ ആയിരിക്കും. 3 മാസമൊക്കെ ആകുമ്പോൾ കുഞ്ഞി ഒന്ന് സ്മാർട്ടാവാൻ തുടങ്ങും. അപ്പോഴേക്കും സച്ചിൻ്റെ വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യും. ആ ഒരു വിഷമത്തിലാണ് നമ്മളെല്ലാവരും. എങ്കിലും എപ്പോഴും വേണേലും പോയി കാണാം, അവരെപ്പോഴും വേണേലും വരും. പിന്നെ എൻ്റെ വീടിനടുത്താണ് സച്ചിൻ്റെ വീട്. അപ്പോൾ പിന്നെ എനിക്ക് ഓടി പോയി എപ്പോൾ വേണേലും കാണാം. അമ്മയും അച്ഛനാണ് നന്നായിട്ട് കുഞ്ഞിനെ മിസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും വേണേലും പോയി കാണാം. അതിനൊന്നും ഒരു വിഷമമോ ഒന്നുമില്ല. എങ്കിലും നമ്മുടെ വീട്ടിലങ്ങനെ ഉള്ളപ്പോൾ അത് വേറൊരു സന്തോഷമാണ്. മറ്റത് നമുക്ക് എപ്പോഴും പോയി കാണാമെന്ന് പറഞ്ഞാൽ എന്നും പോയി കാണുമായിരിക്കാം. ചിലപ്പോൾ അത് നടന്നില്ല എന്ന് വരും. അതൊക്കെ കൊണ്ട് ഞാൻ തന്നെ 2 ദിവസം അവളെ കാണാതിരുന്നപ്പോഴേ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു കേട്ടോ. കുറച്ചുകൂടെ വലുതാകുമ്പോൾ നമുക്ക് വല്ലാതെ അങ്ങ് മിസ് ചെയ്യും. എനിക്ക് വേദയെ പോലെ തന്നെയാണ് കുഞ്ഞിക്കാണെങ്കിൽ കുഞ്ഞനിച്ചത്തെ പോലെ തന്നെ കേട്ടോ. വേദയ്ക്കൊന്ന് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമേ ഉള്ളൂ. എന്നാലും വെറുതെ ഇരിക്കാം, അമ്മ അത് കൈ വെച്ചു. ഒരു ദിവസമെങ്കിലും അവൾക്ക് ഒരു 5 മിനിറ്റെങ്കിലും കയ്യിൽ വെച്ചില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. അത് ഉണർന്നിരിക്കുമ്പോൾ തന്നെ അവളുടെ കയ്യിൽ കൊടുക്കണം കേട്ടോ. അങ്ങനെ വേദ കുറച്ച് സമയമൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ വേദ സ്മാർട്ടായിട്ട് എടുത്തുകൊണ്ട് നടന്നതാണ്. ഇത് വേദ എടുത്ത വീഡിയോ കേട്ടോ. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത്. കുഞ്ഞടുത്ത് കിടപ്പുണ്ട്. അപ്പോൾ കുഞ്ഞിക്ക് ഒരു സപ്പോർട്ട് എന്ന നിലയിൽ ഞാനും തൊട്ടടുത്ത് കിടക്കുകയാണ്. വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്ന കിടപ്പ് കണ്ടോ. അവൾ മിണ്ടാതെ കിടക്കുക കേട്ടോ. പാലെല്ലാം കുടിച്ചിട്ട് ഉറങ്ങാതെ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര ക്ഷീണം. ഉറങ്ങിയാലും ഉറങ്ങിയില്ലെങ്കിലും ഭയങ്കര ക്ഷീണം കേട്ടോ. എനിക്കും ഭയങ്കര ക്ഷീണം. അങ്ങനെയാണ് ഞാനും കുഞ്ഞോടൊപ്പം തറയിൽ കയറിങ്ങ് കിടന്നതേ. എന്നിട്ട് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ പോയി കിടന്ന് ഉറങ്ങി. കുഞ്ഞിയെ ഉറക്കിയ ശേഷം ഉറങ്ങി. 4:30 മുതൽ 9:30 വരെ ഉറങ്ങാതിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 9:30 ശേഷം പാലൊക്കെ കുടിച്ച ആൾ സുഖമായിട്ട് ഉറങ്ങി. എപ്പോഴാണ് എഴുന്നേൽക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.